ടു സൈലന്റ് ലേണിംഗ് അഖില മിസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ഓരോ ദിവസങ്ങളിലായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. എല്ലാ ക്വസ്റ്റ്യൻസും മക്കൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മുടെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്കറിയാലേ ഒരുപാട് വാഹനങ്ങളെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലേ. വാഹനങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്, ആ വാഹനങ്ങൾ കൊണ്ടുള്ള ഏതെങ്കിലും 2 പ്രയോജനങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിന്റെ പ്രയോജനം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എഴുതാൻ സാധ്യതയുള്ളത് എന്ത് തന്നെയാണ്, ആ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ യാത്ര ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ സഞ്ചരിക്കാൻ വേണ്ടി നമ്മൾ വാഹനങ്ങളെ ഉപയോഗിക്കാറുണ്ട്. മറ്റൊരു പ്രയോജനമാണ് എന്ത്, ആ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമുക്കിവിടെ എഴുതാം സാധനങ്ങൾ കൊണ്ടുപോകാൻ അല്ലേ. സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കാറുണ്ട്, വാഹനങ്ങളെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടും സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആ ദിവസേന എന്തുപയോഗിക്കാറുണ്ട്, വാഹനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ 2 പ്രയോജനങ്ങളെ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ 2 പ്രയോജനങ്ങൾ എഴുതിയില്ലേ. എന്നാൽ ഇതിനു വേണ്ടി മാത്രമാണോ നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? നമ്മളോട് ഒരു 3ഓ 4ഓ പ്രയോജനങ്ങൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പ്രയോജനങ്ങൾ എഴുതും? ആ യാത്ര ചെയ്യാനും സാധനങ്ങൾ കൊണ്ടുപോകാനും വേണ്ടി മാത്രമല്ല അല്ലേ വാഹനങ്ങൾ ഉള്ളത്. ഇപ്പൊ ഇതാ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ JCB അല്ലേ, മണ്ണുമാന്തി യന്ത്രം ഇല്ലേ, നമ്മളെല്ലാവരും കണ്ടിട്ടില്ലേ, നമ്മളെല്ലാവരും ഉപയോഗിച്ച് കണ്ടിട്ടില്ലേ. അടുത്തത് റോഡ് റോളർ അല്ലേ, ആ ടാറിങ് ഒക്കെ നടക്കുന്ന സമയത്ത് റോഡ് റോളർ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഫയർ എഞ്ചിൻ അല്ലേ, തീപിടുത്തമൊക്കെ ഉണ്ടാവുന്ന സ്ഥലത്ത് ആ തീ അണയ്ക്കാൻ വേണ്ടി ഓടിയെത്തുന്ന വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. യുദ്ധവാഹനങ്ങൾ അല്ലേ, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ യാത്ര ചെയ്യാനും സാധനങ്ങൾ കൊണ്ടുപോകാനും വേണ്ടി മാത്രമല്ല അല്ലേ, ഈ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്, വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സെറ്റല്ലേടാ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ധനം ആവശ്യമില്ലാത്ത 3 വാഹനങ്ങളുടെ പേരെഴുതാൻ അല്ലേ. നമ്മളറിയാം വാഹനങ്ങളിലൊക്കെ പൊതുവേ നമ്മൾ എന്താണ്, ആ എണ്ണ തീർന്നു പോയി അല്ലെങ്കിൽ പെട്രോളും അല്ലെങ്കിൽ ഡീസലും ഒക്കെ അടിക്കണം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്നാൽ ചില വാഹനങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതാണ് ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ അല്ലേ. ഏതൊക്കെ പറയാം നമുക്ക്, ഇതാ നമുക്കിവിടെ തോണി അല്ലെങ്കിൽ വഞ്ചിയുണ്ട് അല്ലേ, കുതിരവണ്ടി, കാളവണ്ടി, അതുപോലെ തന്നെ ഇതാ നമ്മളൊക്കെ ഓടിക്കാറുള്ള സൈക്കിൾ ഉണ്ട് അല്ലേ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്, ഇതിനൊന്നും ഇന്ധനത്തിന്റെ ആവശ്യമില്ല അല്ലെ, പെട്രോളും ഡീസലും ഒന്നും ആവശ്യമില്ല. നമ്മളോ അല്ലെങ്കിൽ മൃഗങ്ങളോ ഒക്കെ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാവില്ലേ, അതിൻ്റെ അകത്തുള്ള ഊർജ്ജമാണ് ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ വാഹനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ക്ലിയർ അല്ലേ ഇതാ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ആൻസർ എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.